ഇതിനെ വിഷമിക്കുന്നത് നീ എന്റെ സ്റ്റാൻഡപ്പിന്റെ അടിയിലൊക്കെ ഒന്ന് ചെന്ന് നോക്കിയ കമന്റ്സ് എന്തിനാ അവര് അങ്ങനെ പറയുന്നത് പോലും നമുക്ക് ചിന്തിച്ചു പോകും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാറുണ്ട്. നീ കമന്റ്സ് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നീ എന്റെ മാത്രമല്ല, നീ എല്ലാവരും നമ്മൾ ഒരു ചിരിയുള്ള പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസിന്റെ അടിച്ച് നോക്ക്. എല്ലാവരുടെയും എന്റെ വീഡിയോയുടെ താഴെ ഉണ്ടോ? അത് അങ്ങനെയാണ്. നീ അങ്ങനെയാണ് മോട്ടിവേഷൻ തന്നെ. അത് അങ്ങനെ ഒരാളുള്ളത് നല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോ ഇറ്റ്സ് ഓക്കെ, അത് പോട്ടെ, അത് കുഴപ്പമില്ല, ഇത് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു തരുമ്പോ നമുക്ക് തന്നെ അല്ലേ അങ്ങനെ അവരൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം അപ്പൊ തന്നെ പിന്നെ ഒരു സാധനം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത സാധനമാണ്. എനിക്ക് ആദ്യമായിട്ട് സ്റ്റാൻഡപ്പ് സ്കിറ്റിലോട്ട് മാറി. സ്കിറ്റിലോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ബമ്പറാ ഫസ്റ്റ് ശ്രീത്തിന്റെ കൂടെ കളിച്ചിട്ട് കിട്ടണത്. അപ്പൊ എല്ലാരും പുറത്തുനിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ മക്കളകത്ത് കയറുമ്പോഴത്തേക്കും എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരും പുറത്തുണ്ട്. ഞാൻ കയറിയപ്പോ മാത്രം ആരുമില്ല എനിക്ക്. ജോലിക്ക് പോയല്ലേ. അപ്പൊ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ അമ്മയോട് ഭയങ്കര ഫീലിംഗ് ഉള്ള ആളാണ്. അമ്മ മരിച്ചു പോയത്. അപ്പൊ ആ അമ്മ പോയപ്പോ എനിക്ക് ഒത്തിരി രോഗം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്. അപ്പൊ ആ ബമ്പർ അടിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴാണേലും ചേർത്ത് പിടിക്കാൻ എനിക്ക് ആരുമില്ല. അങ്ങനെ ആരും ഇല്ലാത്തൊരു ഫീൽ വന്നപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടായിരുന്നു വരുന്നത്. കാരണം ഞാൻ സ്കിറ്റ് കളിക്കാത്ത ഒരാളെ സ്കിറ്റ് കളിച്ച് വിജയിക്കുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ലായിരുന്നു. അത് വീട്ടിൽ പോയപ്പോൾ ഞാൻ ഭയങ്കര ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ വിദ്യേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ പറ്റി, ബമ്പർ അടിച്ചാ? ഞാൻ പറയാം ബമ്പർ അടിച്ച് ചേച്ചി അടിപൊളിയായിരുന്നു പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സൗണ്ടിൽ വ്യത്യാസം, എന്റെ സൗണ്ട് പോലും ഇടറിയ വിദ്യേച്ചിക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഒരു ബന്ധമാണല്ലേ ഞങ്ങള്. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞു. എനിക്ക് ആരുമില്ല വിദ്യേച്ചി, എനിക്കൊരു അമ്മ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം വിഷുവാ. അപ്പോൾ വിദ്യേച്ചിയുടെ അമ്മ എന്നെ വോയിസ് ഇട്ടിട്ട് പറഞ്ഞ് എൻ്റെ വിദ്യ എങ്ങനെയാണോ അതുപോലെയാണ് സുധിമോൾ എനിക്ക്, നീ വിഷമിക്കരുത്, അതുകൊണ്ട് എൻ്റെ വിദ്യമോൾ എൻ്റെ മോളപ്പനാണ്, നിന്നെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ മോള് തന്നെയാണ് നീ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്കും എൻ്റെ മക്കൾക്കും ചേട്ടായിക്കും എല്ലാവർക്കും വിഷുക്കൈന്ന് കിട്ടിട്ട് ഒരു അമ്മ മക്കൾക്ക് തരുന്ന വീതമാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും വിദ്യേച്ചിയുടെ ഫാമിലി മൊത്തം എൻ്റെ മകൾക്കെന്നും പറഞ്ഞ് അവർ വിഷ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പരിപാടിയിൽ കുറെ ബന്ധങ്ങളും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലേ. നല്ല നല്ല കുറച്ച് ബന്ധങ്ങൾ. പിന്നെ ആ സ്കിറ്റില് ജഡ്ജസ് പറയുന്നുണ്ടായിരുന്നു സ്റ്റാൻഡപ്പ് കോമഡിനേക്കാളും കുറച്ചുകൂടി നല്ലത് സുധിമോൾക്ക് ഇതായിരിക്കും കൂടി പറയുന്നുണ്ടായിരുന്നു അല്ലേ. അത് നല്ല എപ്പിസോഡായിരുന്നു. ആ സ്കിറ്റും നല്ലതായിരുന്നു. ഞാൻ അത് രഞ്ജിത് സാർ തന്നെയാണ് അത് പറഞ്ഞത്. സുധിമോളെ നിനക്ക് സിനിമ ഫീൽഡിലോട്ടൊക്കെ കിട്ടണമെങ്കിൽ സ്കിറ്റ് കളിക്കണം, സ്റ്റാൻഡപ്പിന് അധികം ഇതുണ്ടാകത്തില്ല, സ്കിറ്റിലോട്ട് മാറാൻ സാറ് പറഞ്ഞിട്ട് മാറിയത്. അങ്ങനെ മാറിയതാണ്. ഇപ്പൊ ജഡ്ജസിന്റെ കാര്യം പറയുമ്പോ മഞ്ജു ചേച്ചി എനിക്ക് സുധി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ മഞ്ജു ചേച്ചി ഒരു അനീതിയുടെ അടുത്ത് പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും സുധി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാണ്? അത് ഭയങ്കര ഇതാ. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവര് ആദ്യത്തെ സ്കിറ്റിൽ തന്നെ ചേച്ചി എന്നെ ഒത്തിരി ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു സ്നേഹം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അടുത്ത് പോയി സംസാരിക്കാൻ പറ്റത്തില്ല, സ്കിറ്റ് കളിക്കുന്ന ആയതുകൊണ്ട് പറ്റത്തില്ല. എന്തായാലും പുള്ളിക്കാരി അവിടെ നിങ്ങളെ എപ്പോ ഒന്നടി എന്നൊക്കെ വിളിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ സുഖമില്ലായിരുന്നപ്പോഴൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു എന്നോട് ചോദിക്കും. അതെന്താ എന്തോ ഞാൻ അവിടെ ചെന്നാലും എന്റെ സ്റ്റാൻഡപ്പ് ഒക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. മഞ്ജേച്ചി എന്റെ പൊന്നു മഞ്ജേച്ചി, എന്റെ പൊന്നു മഞ്ജേച്ചി, അങ്ങനെ ഞാൻ പറയും. എനിക്കത് മറ്റുള്ള അവരെ വിളിക്കണം എന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ സ്കിറ്റിൽ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡപ്പിൽ. അപ്പൊ കുറച്ച് സങ്കട സീനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇതിലും മഞ്ജേച്ചി പറയാറുണ്ട് ഞാനിവിടെ ഷൂട്ടിന് പോയാല് എവിടെ ചെന്നാലും ഒരു ചിരി പറഞ്ഞൊരു കൊച്ചില്ലേ, എന്റെ പൊന്നു മഞ്ജു ചേച്ചി, എന്റെ പൊന്നു മഞ്ജു ചേച്ചി വിളിക്കുന്ന ആ കൊച്ചില്ലേ അതുണ്ടാവുന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് മഞ്ജു ചേച്ചിന്റെ അടുത്ത് പറയാറുണ്ട്. മഞ്ജു ചേച്ചിയുടെ ജീവനാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മഞ്ജു ചേച്ചി സുധി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ നമുക്കത് ഫീൽ ചെയ്യും, അത്ര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്ലോർ ചെയ്യുന്നപ്പോ പറഞ്ഞു നസീർക്കയും മഞ്ജു ചേച്ചി കൂടെ എനിക്ക് പെര വെച്ച് തരാമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫിലോക്കലി ഫൗണ്ടേഷൻ പെര വെച്ച് തരാന്ന് പറഞ്ഞതല്ലേ. അപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം സ്കിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയണത് അങ്ങനെ ഒരു പ്ലാൻ അവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഈ വീടെന്ന് പറയുന്നത് നമ്മുടെ എത്ര കൊല്ലത്തെ സ്വപ്നമാണല്ലേ. അതല്ലേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ വലിയൊരു ഇതാ നേട്ടോ. എന്റെ പേരിൽ ഇതുവരെ അങ്ങനെ സ്ഥലങ്ങളൊന്നും ഇല്ല, ആയിരിക്കും ഇവക്കൂല്ല എനിക്കൂല്ല, രണ്ടുപേർക്കും സ്ഥലമില്ല. അപ്പൊ പിന്നെ ഉള്ള സ്ഥലം ഒരു തരിയവില്ല, പിന്നെ നമ്മ അതിനകത്ത് കിടന്ന് പിടിക്കണില്ല എന്നോർത്ത് അങ്ങനെയാണ്. പിന്നെ ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഒത്തിരി പുറത്തുനിന്നൊക്കെ ഒത്തിരി. എന്റെ ഈ ഐഫോണൊക്കെ എനിക്ക് ഗിഫ്റ്റ് വന്നാ, ഗിഫ്റ്റ് കിട്ടിയതാണല്ലേ. ഡ്രസ്സുകള്, മാലകള്, വളകള്, ഇന്ന് വേണം നമുക്കൊരു വീട്ടിൽ എന്തൊക്കെ വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കുന്നു. വീട് മൊത്തം ഗിഫ്റ്റ്
ഞാനത് എന്തെങ്കിലും ഒരു ഇല്ലാന്നുള്ള സാധനം കണ്ടാ അപ്പൊ തന്നെ ഗിഫ്റ്റ് വരും. കഴിഞ്ഞ ദിവസം സുതിമോൾ എന്നെ ചപ്പാത്തി ഉണ്ടാക്കാത്തത് കമന്റ് വന്നു. ഞാൻ പറഞ്ഞു ചപ്പാത്തിപ്പുരയുടെ കമ്പ് പോയെന്ന് പറഞ്ഞു. സാധനം നമുക്ക് എന്താ ജനങ്ങൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അതങ്ങനെ ഇതാണ് കറക്റ്റ് തരം കഴിവുള്ളവരെ സമൂഹം അംഗീകരിക്കുന്നു പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് ഇവരെ മനസ്സിലായിട്ടില്ല. കാരണം ഒത്തിരി സംസാരിക്കുന്ന ഒരു കഴിവല്ലാതെ എനിക്ക് വലിയ കഴിവൊന്നും ഉണ്ടാകാത്ത. ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള സങ്കടം അടക്കി പിടിച്ച് മറ്റുള്ളവരോട് പുറമെ ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ആർക്കും പറ്റുന്ന കഴിവല്ല. അത് ചേച്ചിക്കുണ്ട്. പിന്നെ ചേച്ചി കാരണം കൊണ്ട് കാണുന്നവര് സന്തോഷിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ചേച്ചി ഇപ്പൊ അത് പറയുന്നത് ചേച്ചിക്ക് വലിയ കാര്യമായിട്ട് ചേച്ചിക്ക് തോന്നില്ല. പക്ഷെ ചേച്ചിയുടെ ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കണ്ട് ചിരിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അങ്ങനെയുള്ളവരാണ്. അതാണ് കഴിവ്. ഇപ്പൊ ചേച്ചീനെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഒരു ചിരി ഇരുചിരി ബമ്പച്ചിരി പോലെ യൂട്യൂബ് ചാനലും ഉണ്ട് നമുക്കല്ലേ. യൂട്യൂബ് ചാനലിലാണ് ചേച്ചിയുടെ ഫുൾ അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാൻ എപ്പോഴാ തുടങ്ങിയത്? ഇത് ഭയങ്കര കോമഡി ഇതൊക്കെ പറഞ്ഞ കോമഡിയാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയത്തില്ല. കാരണം ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചത്. എനിക്കറിയില്ല ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയില്ല. അപ്പൊ എനിക്ക് മഴവിൽ മനോരമയുടെ ഓരോ എപ്പിസോഡും കൊണ്ട് യൂട്യൂബ് ചാനലിലും അവിടെ കിടുവല്ലോ അവര് എന്റെ ഓരോ എപ്പിസോഡുകളൊക്കെ. അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഇങ്ങനെ പറയും സുതിമോൾ യൂട്യൂബ് ചാനൽ തുടങ്ങും, ഞങ്ങൾ എല്ലാവരും സുതിമോളെ സപ്പോർട്ട് ചെയ്യാം, അതിൽ നിന്നൊരു വരുമാനം കിട്ടിയ സുതിമോൾക്ക് രക്ഷപ്പെടാലോ, വീട് വാങ്ങാലോ, സ്ഥലം വാങ്ങാലോ എന്നൊക്കെ പറയും. കാരണം ഇതെങ്ങനെ തുടങ്ങേണ്ടത്, ഇത് എവിടെ കൊണ്ടാ നിർത്തണം തുടങ്ങണം എന്നൊന്നും അറിയില്ലാത്തത് ഞാൻ പിന്നെ പിടിക്കാൻ പോയില്ല. അത് പിന്നെ റിസ്ക് ആണെന്ന് അറിയാൻ പറ്റത്തില്ല, ഞാൻ പിടിച്ചില്ല. അങ്ങനെ കുറെ അങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ മനസ്സിലിങ്ങനെ തോന്നി ഒരു ദിവസം, ഒന്ന് തുടങ്ങി നോക്കിയാൽ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഒന്ന് തുടങ്ങി നോക്കാം, ചിലപ്പോൾ നമ്മുടെ തലവര ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നതാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ ആപ്പ് എടുത്ത് വീഡിയോ ഇടാൻ തുടങ്ങി. വീഡിയോയുടെ സാധനം കയറുന്നുണ്ട്, റീച്ച് ആകുന്നുണ്ട്. കാരണം എനിക്കറിയില്ല ശരിക്കും പറഞ്ഞ വലിയ ഇതായിട്ട് വേണ്ടിയല്ല എടുത്തത്. അന്ന് എല്ലാരും പറഞ്ഞപ്പോൾ എടുത്ത് ഞങ്ങള് വീട്ടിലെ സംഭവമൊക്കെയാണ് ഞങ്ങള് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അത് വീഡിയോ ഇടും, മില്ലിലൊക്കെ പോയിട്ടുണ്ടാ വീഡിയോ ഫസ്റ്റ് ഭയങ്കര മില്ലിലൊക്കെ കയറും. ഇത് എനിക്കറിയാവോ, ഇത് മോണിറ്റൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്നത് അതല്ലേ, വരും. അത് വരുമ്പോ അത് എഴുതി കൊടുത്താൽ ആ പൈസ കിട്ടുള്ളൂ എനിക്കറിയില്ലല്ലോ. ഇത് കേറുന്നോണ്ട് വരുന്നോണ്ട് വാച്ചവർ എന്തൊക്കെയോ കേറുന്നുണ്ട്, ഇത് എനിക്ക് ചെയ്യാറിയില്ല. എനിക്കും അറിയില്ല. അപ്പൊ എന്റെ യൂട്യൂബുകാരെന്നെ വിളിക്കും, എന്റെ ധാരണ അടി വെച്ചാൽ നിന്റെ വീഡിയോ കൊള്ളാൻ കേട്ടോ, ഞങ്ങൾ ഇച്ചിരി കാശ് തരാം നിനക്ക്, യൂട്യൂബുകാരെന്നെ വിളിക്കുമെന്നാണ് എന്റെ ധാരണ. അതും പറഞ്ഞ് ഞാനിവിടെ ഇരിക്കും, ഇപ്പൊ കിട്ടും പറഞ്ഞു. അവിടെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ കയറുന്ന ദിവസം ഞാൻ ചോദിക്കും, അല്ലേട്ടാ അവരെന്താ വിളിക്കാതെ? അപ്പൊ എന്നോട് ചോദിച്ചത് നിനക്കറിയാവോ ഇനി വിളിക്കുന്ന തന്നെ ആണോ സംഭവം? ഞാൻ പിന്നെ എനിക്കറിയാം വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് പറ്റാനില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ചേട്ടാ കൂട്ടുകാരന്റെ കൊച്ചിന്റെ 28 എന്നപ്പോഴാണ് ഇച്ചാനി അതാണ് ഒരു വീഡിയോയിൽ ആ ചേച്ചിനെ കാണിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് ഇൻകം ചേച്ചി പറഞ്ഞ ആ വീഡിയോയിൽ അല്ലേ? കാരണം അത് ബാക്കിയെല്ലാം ഞാൻ ചെയ്യും, എനിക്ക് വേറെ ഒന്നും ഈ മോണിറ്റൈസിംഗ് ആണ് എന്റെ പ്രശ്നമായിട്ട് വായിക്കാൻ എഴുതാൻ അറിയുമ്പോൾ ഇംഗ്ലീഷിലേ എഴുതി കൊടുക്കേണ്ടത്. ഇത് എനിക്കറിയില്ല, പറഞ്ഞു തന്നില്ല. ഞാൻ വാച്ചവർ കയറി മോണിറ്റൈസിംഗ് വരുന്ന സമയത്ത് ഒരു ജിരിയില് ഷൂട്ട് ഉണ്ടാകത്തില്ല. അത് ഇത്ര മണിക്കൂറൊന്നുണ്ടല്ലോ, അതിനിപ്പുറം പോകും. അതിനിപ്പുറം ചെയ്യണം. അവിടെ ഷൂട്ട് വരുമ്പോ ഇത് ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ എനിക്ക് കാർത്തി സൂര്യനെ കൊണ്ടൊക്കെ ചെയ്യിക്കായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന. ഇപ്പോഴും കാർത്തി സൂര്യയുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, കൊച്ചെന്നെ സഹായിക്കാറുണ്ട്. നാരായണൻകുട്ടി എന്ന് പറയുന്നത് എല്ലാം സഹായിക്കാറുണ്ട്. അപ്പൊ അവരെ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് എന്നോട് ചേച്ചിക്ക് വരുമാനമൊക്കെ വരാൻ തുടങ്ങി. ഞാൻ വരുമാനം ഒന്നും വന്നില്ല ഇതുവരെ, എന്നെ അവര് വിളിച്ചില്ലെന്ന് പറഞ്ഞു. ആര് വിളിച്ചില്ല? ഞാൻ യൂട്യൂബിൽ വിളിക്കണ്ടേ? അപ്പം പറഞ്ഞില്ല, അവര് വിളിക്കൂല ചേച്ചിയുടെ ഫോണിൽ ഇങ്ങനെ ഒരു സാധനം വരും, അതിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഞാനപ്പം ചിന്തിച്ചു ഒരു ചിരിച്ചിരുമ്പോ ശരിയാക്കാം എന്ന് ചിന്തിച്ചു. അപ്പൊ അവരെന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞ് ചേച്ചി ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾക്ക് വേണേൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എഴുതാനൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, ഞാൻ വിളിച്ചില്ല. അപ്പൊ എന്റെ ധാരണ മനസ്സിൽ കിടക്കുന്നത് ഒരു ചിരി പോയിട്ട് കാർത്തികിനെ കൊണ്ട് ശരിയാക്കാം എന്നുള്ള മനസ്സിൽ കിട്ടപ്പോ ഒരു 2 ദിവസം ഇവര് പിന്നെയും വിളിച്ചു, ചേച്ചി ഞങ്ങൾ ഫ്രീ ആണ്, വരുവാണെങ്കിൽ ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞു.